ബ്രഹ്മബാബ ദൈവിക സദ്ഗുണങ്ങളുടെ മൂർത്തിഭാവമായിരുന്നു. ബാബ തൻ്റെ പങ്കുവെക്കലിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും പുണ്യങ്ങളുടെയും ശക്തികളുടെയും സഹകരണം നൽകി. ഒരിക്കൽ ബാബ തൻ്റെ മുറിയിൽ വെച്ച് കുറച്ചു കുട്ടികളുമായി മധുരമായ ചിറ്റ്ചാറ്റ് നടത്തുകയായിരുന്നു. ബാബ കുട്ടികളോട് പറഞ്ഞു, മധുരമായ കുട്ടികളെ, ബാബയുടെ മുറിയിൽ ഒരു മീറ്ററുണ്ട്. അത് കുട്ടികളുടെ സ്റ്റേജ് എപ്പോഴും ബാബയ്ക്ക് പറഞ്ഞു തരുന്നു. ഇത് കേട്ട ഉടനെ കുട്ടികൾ മുറിയിൽ മുഴുവൻ മീറ്ററിനായി ചുറ്റും നോക്കാൻ തുടങ്ങി. ബാബ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ മീറ്റർ ഈ റേഡിയോയിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. ആ ദിവസങ്ങളിൽ ബാബ തൻ്റെ മുറിയിൽ ലൗകിക വാർത്തകൾ അറിയുന്നതിനു വേണ്ടി ഒരു ചെറിയ റേഡിയോ സൂക്ഷിച്ചിരുന്നു. അപ്പോൾ ഒരു കുട്ടി എഴുന്നേറ്റ് മീറ്റർ എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് എന്നറിയാൻ വേണ്ടി റേഡിയോ പരിശോധിച്ചു. ബാബ വീണ്ടും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ നിത്യേന ലോകവാർത്തകൾ കേൾക്കുമ്പോൾ എൻ്റെ കുട്ടികളുടെ സ്റ്റേജിൻ്റെ വാർത്തകൾ തന്നെയാണ് കേൾക്കുന്നത്. യുദ്ധങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ അല്ലെങ്കിൽ ഒരു പുതിയ ശാസ്ത്ര കണ്ടുപിടുത്തം എന്നിവയെക്കുറിച്ചുള്ള വാർത്തകൾ ഞാൻ കേൾക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ മനസ്സിലാക്കും എൻ്റെ കുട്ടികൾ അവരുടെ അഗ്നിപർവ്വത സ്റ്റേജിൽ ലയിച്ചിരിക്കുകയാണ് എന്ന്. എന്നാൽ തീവ്രമായ വാർത്തകളൊന്നും തന്നെ നടക്കുന്നില്ല എങ്കിൽ ഞാൻ ഇത് മനസ്സിലാക്കും, എൻ്റെ കുട്ടികൾ തീവ്രമായ ശ്രമം ഒന്നും നടത്തുന്നില്ല എന്ന്. ഇതിന് കാരണം ശാസ്ത്രവും നിശബ്ദതയും അഥവാ സയൻസും സൈലൻസും ആനുപാതികമായ കാര്യങ്ങളാണ്. യജ്ഞരക്ഷകന്റെ വേഷവും ബാബ അതുല്യമായ രീതിയിൽ അവതരിപ്പിച്ചു. പലപ്പോഴും ബാബയോട് കുട്ടികൾ ചോദിക്കാറുണ്ട്, ബാബ, യജ്ഞത്തിൽ വളരെയധികം ചിലവുണ്ട്. താങ്കൾക്ക് എല്ലാ പണവും എവിടെ നിന്നാണ് ലഭിക്കുന്നത്? അപ്പോൾ ബാബ മറുപടി പറഞ്ഞു, കുട്ടി, ബാബയ്ക്ക് ഒരു വലിയ കിണറുണ്ട്. അതിൽ നിന്നാണ് ബാബയ്ക്ക് പണം മുഴുവൻ ലഭിക്കുന്നത്. ബാബ പറഞ്ഞു, ഒരു കിണറിൽ നിന്ന് വെള്ളമെടുക്കുമ്പോൾ എങ്ങനെയാണോ ആ വെള്ളമൊഴിഞ്ഞാൽ കിണർ തനിയെ നിറയുന്നത്, അതുപോലെ തന്നെ ഈ പണത്തിൻ്റെ കിണറും സ്വന്തമായി നിറയുന്നത് തുടരുന്നു. ഈ കിണർ എവിടെയാണ് എന്ന് കുട്ടികൾ ബാബയോട് ചോദിച്ചു. ബാബ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കുട്ടികളെ, ഈ കിണർ ആർക്കും കാണാൻ കഴിയുകയില്ല. വാസ്തവത്തിൽ ഈ കിണർ മറ്റാരുമല്ല, അത് നമ്മുടെ ദാതാവായ ശിവബാബയാണ്. ഒരു ദിവസം ബാബ ഇത്തരത്തിലൊരു ആത്മീയ ചിറ്റ്ചാറ്റിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി ബാബയുടെ കാൽവിരലിൽ ഒരു ബാൻഡേഡ് ഒട്ടിച്ചിരിക്കുന്നത് കണ്ടു. ബാബയുടെ തള്ളവിരലിന് എന്ത് സംഭവിച്ചു, എങ്ങനെയാണ് പരിക്കേറ്റത് എന്ന് കുട്ടി ബാബയോട് ചോദിച്ചു. ബാബ ഇങ്ങനെ പറഞ്ഞു, ഇന്നലെ രാത്രി ഞാൻ എൻ്റെ മുറിയിൽ ഉറങ്ങുമ്പോൾ ഒരു സ്വപ്നം കണ്ടു. ബാബയുടെ മുറിക്ക് കുറുകെയുള്ള കുന്നിൽ ചില കുട്ടികൾ തുണികൾ അലക്കിയിട്ടു ഉണങ്ങാൻ വേണ്ടി തൂക്കിയിട്ടിട്ടുണ്ട്.
മഴ പെയ്യുന്നതും ചില പക്ഷികൾ ആ വസ്ത്രങ്ങളിൽ ഇരിക്കുന്നതും ബാബ സ്വപ്നത്തിൽ കണ്ടു. ഉടനെ തന്നെ ബാബ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. വസ്ത്രങ്ങൾ ചീത്തയാകുന്നത് തടയണമെന്ന് വിചാരിച്ച് ബാബ വസ്ത്രമെടുക്കാൻ പോകുമ്പോൾ അബദ്ധത്തിൽ വാതിലിൽ തട്ടി കാൽവിരലിന് പരിക്കേറ്റു. ബാബ പറഞ്ഞു, യജ്ഞത്തിലെ ഓരോ കാര്യവും പരിപാലിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. യജ്ഞത്തിൻ്റെ ഓരോ വസ്തുവും ബാബയുടേതാണ്, ഏറ്റവും വിലപ്പെട്ടതാണ്. ഈ വസ്ത്രങ്ങളും യജ്ഞത്തിൻ്റെ ഭാഗമാണ്. അതിനാൽ അതും നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ഈ പ്രകാരം തൻ്റെ സ്വപ്നത്തിൽ പോലും കർത്തവ്യങ്ങൾ നിർവഹിച്ചുകൊണ്ടാണ് ബ്രഹ്മബാബ യജ്ഞത്തിൻ്റെ രക്ഷകൻ എന്ന ഭാഗം നിർവഹിച്ചത്.